JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സിലബസ് എന്താണ്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്രയുണ്ട്, അതുപോലെ തന്നെ അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് എന്നാണ്, ഹോൾ ടിക്കറ്റ് എന്നാണ് ലഭ്യമാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കാം. പൊതുവിജ്ഞാനം 40 മാർക്കാണ് പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ അതിന് 20 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ സയൻസിന് 10 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യം 10 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അതിന് 20 മാർക്കാണ് ഉള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പരീക്ഷാ തീയതി എന്നാണ്, അതുപോലെ തന്നെ കൺഫർമേഷൻ എന്ന് വരെ കൊടുക്കാം. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് എന്നാണ് ലഭ്യമാകുന്നത്. എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് എക്സാം 26/10/2024 സാറ്റർഡേ ആണ് പരീക്ഷാ തീയതി. കൺഫർമേഷൻ കൊടുക്കുക. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 23/7/2024 to 11/8/2024 ആണ്. കൺഫർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം. കൺഫർമേഷൻ കൊടുക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതിക്കുള്ളിൽ കൃത്യമായിട്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ഫ്രം ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്ന 11/10/2024 മുതലാണ്. അതുപോലെ തന്നെ എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് എന്ന് നോക്കാം. 2,49,229 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൺഫർമേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭ്യമാകുന്നതാണ്. ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.